നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വിഷയം, സാധാരണയായിട്ട് പല പേഷ്യൻസും പല രോഗികളും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അവരുടെ സ്ക്രോട്ടത്തിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അടുത്തുള്ള ഡോക്ടറെ, ലോക്കൽ ഡോക്ടറെയൊക്കെ കാണിക്കുമ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല, ഇതിനൊന്നും ചെയ്യേണ്ട, ഇത് ഹൈഡ്രോസീലാണെന്ന് പറയും. അങ്ങനെ ഹൈഡ്രോസീൽ ആണ് ഈ വന്ന പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹൈഡ്രോസീലാണ് ഡോക്ടർ, ഇതിന് ട്രീറ്റ്മെൻറ്റ് വല്ലതും വേണോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു അസുഖമായിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഹൈഡ്രോസീൽ കണ്ടുപിടിക്കും. അപ്പോഴും ചോദിക്കുമ്പം അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടായല്ലോ, എനിക്ക് വേദനയില്ല, മൂത്രത്തിന് പ്രയാസമൊന്നുമില്ല, മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നവർ പറയുകയും ചെയ്യും. അവരോട് അത്ര സീരിയസ് ആയിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർബന്ധിക്കാറുമില്ല. എന്നാൽ ഹൈഡ്രോസീലെ ചെറുപ്രായത്തിൽ കാണാം, അല്ലെങ്കിൽ മിഡിൽ ഏജിൽ കാണാം, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ കാണാം. ഹൈഡ്രോസീൽ ഏത് പ്രായത്തിലും നമുക്ക് കാണാവുന്നതാണ്. ചെറുപ്രായത്തിലുള്ള ഹൈഡ്രോസീൽ നിർബന്ധമായിട്ടും ചികിത്സിക്കണം. കാര്യം അത് ചില കൺജനിറ്റലായിട്ടുള്ള ഒരു ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്, അതായത് ഈ വയറും ഈ സ്ക്രോട്ടവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് സാധാരണ രീതിയിൽ അത് അടഞ്ഞു പോകും. ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം വരെ അത് അങ്ങനെ നിന്നിരിക്കും. 1 വർഷം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് അടഞ്ഞു പോകും. അടഞ്ഞു പോയില്ലെങ്കിൽ ഈ വയറിനകത്തുള്ള എന്തെങ്കിലും ചെറിയ ഫ്ലൂയിഡ് ഇങ്ങനെ താഴോട്ട് വന്ന് കളക്ട് ചെയ്യും. അതാണ് ഈ കൺജനിറ്റൽ ഹൈഡ്രോസീൽ. കൺജനിറ്റൽ ഹൈഡ്രോസീൽ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയായാലും അത് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോള് വലുതായി വരുവാണെങ്കിൽ പിന്നെ അതിനകത്തൊരു കൺജനിറ്റൽ ഹെർണിയ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചു പിള്ളേരിൽ ഈ ഹൈഡ്രോസീൽ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 ഇയർ വരെ വേണേൽ വെയിറ്റ് ചെയ്ത് നോക്കാം. 1 ഇയർ കഴിഞ്ഞിട്ട് അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഒരു മിഡിൽ ഏജിലോ ഓൾഡ് ഏജിലൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് സിംറ്റംസ് ഒന്നുമില്ല, രോഗലക്ഷണമൊന്നുമില്ല. എന്നാൽ ഇതിനൊരു കാര്യമുള്ളതെന്തെന്ന് ചോദിച്ചാൽ, ഇത് വർഷങ്ങൾ കഴിയും തോറും സാധാരണ രീതിയിൽ ഇത് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കണക്കിൽ കൂടുതൽ വലുതായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ മുണ്ടൊക്കെ ഉടുക്കുന്നവരോ അല്ലെങ്കിൽ പാൻറ്റ് ഇടുന്നവരൊക്കെയാണ് ഇത് ഹൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാര്യം അത് ഇടുമ്പോൾ പാൻറ്റിൻ്റെ അകത്തൂടി തള്ളി നിൽക്കും. അത് ഒരു കാരണമാണ്, ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണം. പക്ഷേ അതിനെക്കാട്ടിൽ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ അല്ലെങ്കിൽ 2 വീലർ ഒത്തിരി യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ്രോസീലിനകത്ത് ചിലപ്പോൾ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകും. ആ ഹൈഡ്രോസീലിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അതൊരു ഹെമറ്റോസീൽ എന്ന് പറയും. ബ്ലഡ് വന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് അത് ഓപ്പറേഷൻ ചെയ്യണം. അത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ട്യൂബ് ഇട്ട് അത് ഓപ്പൺ ചെയ്ത് പഴുപ്പെല്ലാം കളയണം. പക്ഷെ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാലും, ഇൻഫെക്ഷൻ ആകാം, ബ്ലീഡിങ് ആകാം, ചിലപ്പോൾ അതിനകത്ത് ചെറിയ എന്തെങ്കിലും കല്ലിപ്പ് പോലെ വന്നിട്ട് എന്തെങ്കിലും ചെറിയ ഈ സ്റ്റോൺ പോലുള്ള ചെറിയ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഇങ്ങനെ എന്ത് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ലോങ് സ്റ്റാൻഡിങ് ഹൈഡ്രോസീലാണെങ്കിൽ ആ വശത്തെ ടെസ്റ്റിസിൻ്റെ സൈസിനെ ബാധിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറഞ്ഞു വരും, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരും. ഹോർമോൺ, അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ, ഏത് പ്രായത്തിലാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതിൻ്റെ അളവും കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റീസ് ചെറുതായി ടെസ്റ്റിക്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും. അതിനർത്ഥം ആ ടെസ്റ്റീസ് കംപ്ലീറ്റ് ആയിട്ടും പ്രവർത്തനരഹിത ആയെന്നർത്ഥം. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ അതനുസരിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈഡ്രോസീൽ വളരെ ചെറുതാണെങ്കിൽ മാത്രം, ഒരുവിധം പ്രായമാണെങ്കിൽ മാത്രം വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഹൈഡ്രോസീൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് റിവേർട്ട് ചെയ്ത് നോർമലിലോട്ട് വരത്തില്ല. ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതൊരു എമർജൻസി ഓപ്പറേഷനിലോട്ട് ചിലപ്പം നമ്മൾ ചെയ്യേണ്ടി വരും. നന്ദി.